എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കപ്പ മുറുക്കാണ്. കപ്പ വെച്ചിട്ട് മിക്സർ എങ്ങനെ തയ്യാറാക്കാന്നുള്ള ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ മിക്സർ ഇഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതുപോലെ ഇവിടെ വീഡിയോയുടെ മേലെയും കൊടുത്തേക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ മാത്രമേ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കപ്പ മുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. 3 കഷ്ണം കപ്പയാണ് എടുത്തിട്ടുള്ളത്. ഒന്നിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ രണ്ടും കൂടെ തൊലി കളഞ്ഞിട്ട് ചെറുതായി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്തെടുക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമുക്ക് അരച്ചെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ആ 3 കപ്പയും ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അരച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തീരെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ മിക്സിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. തീരെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഈ മാവ് ഇപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത്. അരച്ചെടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഇപ്പോൾ ഈ ഒരു കപ്പിൽ നിറയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതേ കപ്പിൽ തന്നെ 1.5 കപ്പ് അരിപ്പൊടിയും കൂടെ വേണം. അപ്പോൾ ഈ ഒരു മാവ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിൽ തന്നെ 1.5 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. 1.5 കപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇത്തിരി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുഴച്ചെടുത്തിട്ട് അവസാനം നോക്കിയിട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ തന്നെ വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്തിരി ജീരകം ഇതേപോലെ കയ്യിലിട്ടിട്ട് നമുക്കിതുപോലെ ജീരകം ചേർത്ത് കൊടുക്കാം. അതിന് കറക്റ്റ് അളവൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത്തിരി ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് എള്ളാണ്. ഇതുപോലെ ഞാനിപ്പോൾ കറുത്ത എള്ളാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി വെളുത്ത എള്ള ചേർക്കണം എന്നാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. രണ്ടും ചേർക്കുകയാണെങ്കിലും ചേർക്കാം, കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇത്തിരി എരിവ് വേണമെന്നാണെങ്കിൽ ഇത്തിരി മുളക് പൊടി ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതുപോലെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഞാനിപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഒന്നും ചേർക്കുന്നില്ല, എരിവില്ലാത്ത നുറുക്കാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇത്തിരി അയമോദകം, അതുപോലെ പെരുങ്കായം പൊടിയുണ്ടല്ലോ, അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ എരിവ് തീരെ വേണ്ട കുട്ടികൾക്കൊക്കെ എരിവ് ഇല്ലാത്ത നുറുക്കാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ടൈമിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ തീരെ വെള്ളം ചേർക്കേണ്ടി വരില്ല. നമ്മൾ ആ കിഴങ്ങിൽ കിട്ടുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതിൽ തന്നെ നമുക്ക് ആ ഒരു വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്കിതുപോലെ കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നേരത്തെ ഇത്തിരി അരിപ്പൊടി അവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ടൈമിൽ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഇതിൽ വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെയാണ് ഈ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഇത്തിരി നമുക്ക് കൂടി ഇതുകൂടെ ചേർക്കണം എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്കിതുപോലെ കുഴച്ചെടുക്കാം. ഒന്നര കപ്പ് അരിപ്പൊടി മുഴുവനായിട്ടും ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുറുക്ക് തയ്യാറാക്കാം. മുറുക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. പിന്നെ ഇവിടെ ഇപ്പോൾ മുറുക്ക് ഉണ്ടാക്കുന്നത് കൈ കൊണ്ട് പിരിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അമ്മ നേരത്തെ ഇതുപോലൊരു മുറുക്ക് തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നേരത്തെ ചെയ്ത പുഴുങ്ങലേരി നുറുക്കിലും ഒക്കെ ഇതുപോലെ പിരിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ രീതിയിൽ തന്നെ ഇതുപോലെ ഒരു നല്ല തുണി അവിടെ വിരിച്ചിട്ട് അതിലേക്ക് ഇതുപോലെ കയ്യിലെടുത്തിട്ട് മുറുക്ക് പിരിച്ചിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാധാരണ നമ്മുടെ സേവനാഴിയിലേക്ക് നമ്മുടെ മാവ് എടുക്കുക, എന്നിട്ട് മുറുക്കുണ്ടാക്കാൻ ഏത് വലിപ്പത്തിലുള്ളതാണോ വേണ്ടത് ആ രീതിയിലുള്ള അച്ച് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട്
നന്നായിട്ട് മുറുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ 2-3 തവണ ട്രൈ ചെയ്യുമ്പോൾ നമുക്കത് പഠിക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൈ വെച്ചിട്ട് ഈ തുണിയുടെ അറ്റത്തൊന്ന് പിടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു തവി വെച്ചിട്ട് ഈസി ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ എത്ര എണ്ണമാണോ പറ്റുക അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക്, അതുപോലെ നന്നായിട്ട് വെന്തിട്ടുള്ള നുറുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ ഇതുപോലെ മുറുക്ക് ഉണ്ടാക്കി വെക്കണം, ഇതുപോലെ പിരിച്ച് വെക്കണം. അല്ലെങ്കിൽ ഇതുപോലൊരു അച്ചെടുത്തിട്ടാണെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മുറുക്ക് പിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് കോരിയെടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ കുറച്ചെണ്ണം ഇനി ഈ അച്ചിലും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. നുറുക്ക് മുഴുവനായിട്ട് റെഡിയാക്കി കഴിഞ്ഞു. ഇത് നമ്മൾ അച്ചിൽ തയ്യാറാക്കിയതാണ്. അച്ചിൽ നമ്മൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ബാക്കി മുഴുവൻ പിരിച്ചിട്ട് തന്നെ കൈ വെച്ചിട്ട് പിരിച്ച് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. എല്ലാവരും അപ്പോൾ വീട്ടിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്നൊരു നുറുക്കാണിത്. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ടുള്ളതൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ വളരെ ക്രിസ്പിയാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.